നമുക്കിന്ന് ഇവിടുത്തെ അമ്പലത്തിലൊന്ന് പോയാലോ? നാട്ടിലെ പോലെയാണോ അതോ വ്യത്യാസമൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ത്വരയായിരുന്നു. പോകാന്ന് ഞങ്ങൾ രണ്ടും കുറേയായിട്ട് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സമയവും സാവകാശവും ഒക്കെ ഒത്തു നിന്നാണ് സകലതും ചാടിക്കറി സങ്കല്പിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാനഡയിലെ അമ്പലം ഞാൻ സങ്കല്പിച്ചു വെച്ചത് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് വലിയൊരു അമ്പലം, ആളും പേരും തിരക്കൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ സ്ഥലം എത്തിയപ്പോ എടാ ഇതാ അമ്പലം ഇന്ന് ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. കാരണം എന്റെ സങ്കല്പത്തിലുള്ളത് അങ്ങനല്ലല്ലോ. മാത്രമല്ല ഉള്ളത് പറഞ്ഞ പുറമേ നിന്ന് ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഒരു റെസ്റ്റോറന്റ് ആണെന്നാ. പിന്നെ ആളും പേരും തിരക്കൊന്നും ഇല്ലാന്ന് ഞാൻ ചിന്തിച്ചു കൂട്ടിയായിരുന്നല്ലോ. അവിടെ ചെന്നപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ലോഡ് ചെരുപ്പുകൾ. ഡോറ് തുറക്കുമ്പോ തന്നെ ചെറിയൊരു റൂമാണ്. അവിടെ പ്രസാദമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഡോറ് തുറന്നപ്പോഴാണ് ഞാൻ സർപ്രൈസ് ആയത്. കാരണം ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. അതിനുള്ളിൽ തന്നെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട്. അവിടെ ഭരതനാട്യവും മോഹിനിയാട്ടം ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൃഷ്ണന്റെ അമ്പലമാണ്. ഇന്ന പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇത്ര ആളുകൾ. പിന്നെ നമുക്ക് ചന്ദനത്തിന്റെ കൂടെ കൽക്കണ്ടവും മുന്തിരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന കൂടുതൽ ആളുകൾ പരിപാടി കാണാൻ മാത്രം വന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്കവിടെ ചുറ്റി തൊഴാനായിട്ട് വിഘ്നേശ്വരനും ധർമ്മശാസ്താവും ദേവിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസാദം വെച്ചിരിക്കുന്ന അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾ ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ അമ്പലത്തിന്റെ പുറത്താണെങ്കിലും തൊട്ടടുത്ത് തന്നെ ചുറ്റിനും കുറെ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് നല്ല ഫോട്ടോസ് ആരെങ്കിലും ചോദിച്ചാൽ മഷിയിട്ട് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ലൊരു ഫോട്ടോ കാണിക്കാൻ ഇപ്പോഴും കല്യാണത്തിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പ്രസാദം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു മഞ്ഞ കളറുള്ള ചോറും കൂടെ മാങ്ങാച്ചാറുമായിരുന്നു. ചോറ് കഴിച്ചപ്പോൾ നമ്മുടെ സാമ്പാറിന്റെ ടേസ്റ്റ് എനിക്ക് കിട്ടി. പക്ഷെ ഉപ്പില്ലായിരുന്നു. പിന്നെ വരുന്ന വഴി ഫ്യൂവൽ അടിക്കണമായിരുന്നു. എനിക്കാണ് വിഷന്നിട്ട് വയറൊക്കെ കത്തിയും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് മുഖത്തൊരു മ്ലാനത. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. എന്നിട്ടാണ് ചേച്ചി ഗാർബേജ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചത്. കണ്ടായിരുന്നല്ലോ അല്ലേ?